ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പല്ല, ഒരു സ്റ്റേക്കേഷൻ. അപ്പോൾ നമ്മൾ കക്കാടംപൊയിലേക്കാണ് പോണത്. ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ എത്തി ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മേഘ വന്നു. ശ്രീജയമിസ് ഞങ്ങൾ യാത്രയൊക്കെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നബീല വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിലമ്പൂരെത്തി. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് 11:30 കക്കാടംപൊയിലേക്കുള്ള ബസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരാം എന്ന് വിചാരിച്ചു. ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കക്കാടംപൊയിലേക്ക് എപ്പോഴെങ്കിലും ബസ്സുള്ളൂ. ആകെ 2 ബസ്സായിട്ടേ ഉള്ളൂ. ഒന്ന് 11:30 പിന്നെ ഒന്ന് വൈകുന്നേരമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അക്ഷയ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ആളാണ് പോണത്. പോണ വഴി അതിൽ കൂടെ KSRTC മാത്രമേ പോവുള്ളൂ തോന്നുന്നു. കാരണം പ്രൈവറ്റ് ബസ്സുകളൊന്നുമില്ല. പിന്നെ നല്ല ബുദ്ധിമുട്ടുള്ള റോഡാണ്. കുറേ വളവും തിരിവും. കുറച്ച് ദൂരം എത്തിയപ്പോൾ ബസ് നീങ്ങാഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ടൈം എടുത്തു കക്കാടംപൊയിലെത്താൻ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേന് ഉച്ചയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 3 മണിക്കായിരുന്നു. അപ്പോൾ പിന്നെ സമയമുണ്ടല്ലോ, ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. റിസോർട്ടുകാർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വണ്ടി അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഒരു 950 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, 3 മണിക്കാണ് ചെക്കിങ്, നമുക്ക് എല്ലാവർക്കും കൂടി വർത്താനൊക്കെ പറഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ 950 മീറ്റർ എന്നുള്ളത് ഒരു കയറ്റമായിരുന്നു. അത് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് ക്ഷീണിച്ചു. ക്ലൗഡ്സ് എന്നാണ് നമ്മളുടെ റിസോർട്ടിൻ്റെ പേര്. നല്ല റിസോർട്ടായിരുന്നു കേട്ടോ. ഒരു 4.7 ഒക്കെ അവർക്ക് റേറ്റിംഗ് ഉണ്ട്. അക്ഷയ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അക്ഷയാണ് നമ്മളുടെ ഗൈഡ്. നമ്മൾ വന്നപ്പോൾ അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തന്നു. അപ്പം നടന്ന് ക്ഷീണിച്ചെന്ന് ഞങ്ങൾക്ക് തണുത്ത വെള്ളം ഒരു ആശ്വാസമായിരുന്നു. നല്ല പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. നല്ല വ്യൂവും ഏറ്റവും ഹൈറ്റിലുള്ളത് ഇതായിരുന്നു, ക്ലൗഡ് സെൻറ്റർ റിസോർട്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് നല്ല വ്യൂവും ഉണ്ടാവുക അവിടെ നിന്നാണല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സൊറ പറഞ്ഞൊക്കെ ഇരുന്നപ്പോഴേക്ക് പിന്നെ റൂം റെഡിയായി. നമ്മളൊരു ഫ്രെയിം സ്ട്രക്ചറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമ്മളെപ്പോഴും നിൽക്കുന്ന പോലത്തെ ഒരു ടൈപ്പല്ലേ. അപ്പോൾ പിന്നെ ഒരു വെറൈറ്റിക്ക് ഫ്രെയിം എടുത്തു. അവിടെ നിന്ന് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഒരു ഡബിൾ ഹൈറ്റുള്ള റൂമായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ടോപ്പ് പോർഷനിൽ നമുക്ക് വേറൊരു ബെഡ് സ്പേസും കൂടി ഉണ്ടായിരുന്നു. ഒരു 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന പോലത്തത്. അത് നല്ല രസമായിരുന്നു. പക്ഷേ ഞങ്ങൾ താഴെ തന്നെയാണ് നിന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി അടുത്ത പ്രധാന പരിപാടി പൂളിൽ പോയി ചാടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരത്തെ തന്നെ പൂളിൽ ചെന്നെത്തി.
പിന്നെ ഞങ്ങൾ ട്രക്കിംഗ് ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. ഒരു ദിവസം നമ്മളുടെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതായിരുന്നു. ജോലീൻ്റെ സ്ട്രെസ്സ്, പഠിത്തം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്നും ബിസി ആയപ്പോൾ കുറച്ച് എല്ലാവർക്കും റിലാക്സ്ഡ് ആയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റേക്കേഷൻ ചൂസ് ചെയ്തത്. ട്രിപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര അലച്ചിലാവില്ലേ, ഓരോ സ്ഥലങ്ങൾ പോവാൻ കാണുക. ഞങ്ങൾക്ക് ഇതൊന്നും വയ്യ. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സൊറൊക്കെ പറഞ്ഞിരിക്കണം എന്നുള്ള മൂടായിരുന്നു. അതിനൊക്കെ വീഡിയോ പ്രിസർവ് ചെയ്ത് വെക്കണമെന്ന് ചിലപ്പോൾ തോന്നും. അന്ന് മറ്റേ CD അല്ലേ, അതൊക്കെ കേടന്നു പോയി. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. കുറച്ച് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് പരിപാടി ഉണ്ടാക്കിയിരുന്നു. എല്ലാവരും ഒരു കുഞ്ഞു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷെ അതൊരു നല്ല ഐഡിയ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതായത് എല്ലാവരും ഓരോന്ന് മേടിക്കും, നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ. ഇത് വാങ്ങണം എന്ന് വിചാരിച്ചു. ഇങ്ങനെ കാട്ടി അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേ കഴിഞ്ഞു. ഗുഡ് നൈറ്റ്. നാളെ ബൈ ബൈ. ഗുഡ് നൈറ്റ്. വരൂ, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോവാം. ഹലോ, ഇതൊക്കെ ഈ വീഡിയോ ഇടണം കേട്ടോ, അവിടെ ഉണ്ടാവും. അതെ, എടുത്തോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഉപ്പുമാവ്, ഇഡ്ഡലി, സാമ്പാർ, ഇതിലും പൂരി മസാല, എട്ടരയ്ക്കായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. നമ്മളെടുത്ത കോട്ടേജിന് 9,000 കോസ്റ്റ് വന്നത്. 9,500 ഓർ സംതിങ്. അത് നമ്മൾ വീക്കെൻഡ്സിലാണെങ്കിൽ 500 എക്സ്ട്രാ ആയിരിക്കും. പിന്നെ നല്ല കോട്ടേജ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും എക്സ്പെൻസീവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ആളുകൾക്കാണ്. ഞങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ നല്ലതായിരുന്നു. പിന്നെ രാവിലെ കുറച്ച് നേരം പൂളിൻ്റെ അടുത്ത് ചെന്നിരുന്നു. പൂളിൽ നിന്ന് നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ഷെയ്ഡ്സ് ഓഫ് ആകാശം കാണാൻ നല്ലതായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമുക്കൊരു 12 മണിയാകുമ്പോഴത്തേനാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. ഒരു ദിവസം എന്ന് പറയുന്നത് എത്രയോ പെട്ടെന്ന് പോയ പോലെ തോന്നി. പക്ഷേ നല്ലതായിരുന്നു. നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ പിന്നെയും സംസാരിച്ചിരുന്നിട്ട് തിന്നാ
നമുക്ക് 12 മണിക്കാണ് ചെക്ക് ഔട്ട് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോവാൻ റെഡിയായി. ഒരു ഇത്തിരി നേരം കൂടി ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബില്ല് സെറ്റിൽ ചെയ്തിട്ട് അവരെ നമ്മളെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 1:30-ക്കായിരുന്നു ബസ്. അപ്പം ഞങ്ങളെ 12 മണിയാകുമ്പോൾ അവർ ജീപ്പിൽ ബസ് സ്റ്റാൻഡിൽ ഹോട്ടലില്ലേ ബസ് 1:30-ക്കല്ലേ? അവിടെ മജുമാരി IT ഉണ്ടായിരുന്നു 4 വർഷം. പിന്നെ ഞങ്ങൾ ഫുഡ് ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ 12 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് 1:30 ആയപ്പോഴത്തേന് ബസ് കിട്ടി. അപ്പോൾ കുറച്ച് നല്ല സമയം നല്ല ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ. ബൈ.